ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാവുന്ന നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഈ ജലദോഷവും ചുമയും പനിയൊക്കെ അല്ലേ എല്ലാവർക്കും അല്ലേ. അപ്പം നല്ല എരിവും പുളിയൊക്കെയുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ നമുക്ക് വായിക്ക് രുചിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട്, അതായത് ഒരു കലം ചോറുണ്ണാൻ ഈ ഒരു ചമ്മന്തി മതി എന്നുള്ള രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അത്. ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നാളികേരമൊന്നും ചേർക്കണില്ല. നാളികേരം ചേർക്കാത്ത ഒരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം, എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഇഷ്ടമാവുകയാണെങ്കിൽ സാധാരണ പറയണ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ ചമ്മന്തി തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇത്. ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളി നടുമുറിച്ച് എടുത്തിട്ടുണ്ട്, നീളത്തിൽ നടുമുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം പുളി, പിന്നെ 8 ഉണക്കമുളക്. പുളിയും മുളകും അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ എടുത്തു വെച്ച ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് മൂത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ചേർക്കാം. എന്തായാലും നമുക്ക് ചമ്മന്തിയിലേക്ക് പൊടിയുപ്പ് ചേർക്കണമല്ലോ. അതിപ്പോൾ തന്നെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ദാ സവാള അത്യാവശ്യം ഒന്ന് ചുവപ്പ് കളറിലേക്ക് ഇങ്ങനെ മാറി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പുളി അതിലേക്ക് ചേർത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. പുളിയുടെ പച്ചച്ചൊവ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. അത്യാവശ്യം ഇത് സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി, പുളിയുടെ ആ പച്ചച്ചൊവ ഒന്ന് മാറുകയും ചെയ്തു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം, കായപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ കട്ടിക്കായം വറുത്തതായിരുന്നു, അത് ഞാനൊരു ചെറിയ കഷ്ണം അതിലേക്ക് ഇട്ട് ഒന്നിങ്ങനെ ചൂടാക്കിയെടുത്തു. അതിലേക്ക് ഇട്ട് ഇതൊന്ന് ചൂടാക്കുക വേണ്ടു. അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ടും ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പാനിൻ്റെ ചൂടുണ്ടാവില്ല, ആ ചൂട്ടിൽ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കരുത്, ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും കേട്ടോ. ആദ്യം പുളിയും മുളകും ആണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തത്, എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സവാള ഇത്രയും അരയണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സ്വാദിഷ്ടമായ നാളികേരമൊന്നും ചേർക്കാത്ത നല്ല ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയും മുളകും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ചമ്മന്തിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു പപ്പടം പോലും വേണ്ട. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ ചോറുണ്ണുമ്പോൾ പപ്പടം എടുത്ത് വെച്ചു, പക്ഷേ ഈ ചമ്മന്തി കൂട്ടി ചോറുണ്ണുമ്പോൾ നമുക്ക് പപ്പടം പോലും അത് അധികമാണ്, ആവശ്യമില്ല. വെറും ഈ ഒരു ചോറും നല്ല ചൂട് ചോറും
ഈ ഒരു ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് ഒരു കലം ചോറുണ്ണാം. സത്യമായിട്ടും പറയുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.